ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് കണ്ണൂർ സ്പെഷ്യൽ ഒരു മുട്ടക്കുംസിൻ്റെ റെസിപ്പിയാണ്. നമ്മൾ കണ്ണൂരുകാർക്ക് ഇത് മുട്ടക്കുംസ് ആണെങ്കിൽ ചിലയിടങ്ങളിൽ ഇത് സ്പോഞ്ച് കേക്കും അല്ലെങ്കിൽ മുട്ടപ്പോളയൊക്കെയാണ് കേട്ടോ. എന്നാൽ കണ്ണൂർ സ്പെഷ്യൽ മുട്ടക്കുംസിൻ്റെ റെസിപ്പിയിലേക്ക് പോയാലോ? അതിനായി ഞാനിവിടെ 6 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. ഒരു പാത്രത്തിലേക്ക് 6 മുട്ടയും നമുക്ക് ഇതുപോലെ പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം. 6 മുട്ടയും ഞാൻ ഇതുപോലെ പൊട്ടിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഈ ഒരു ബീറ്റർ വെച്ച് നന്നായി ഒന്ന് ഇത് ബീറ്റ് ചെയ്തെടുക്കണം. മുട്ട ഇതുപോലെ ബീറ്റ് ചെയ്ത് നല്ല ക്രീം രൂപത്തിലാക്കി എടുക്കണം. മുട്ട നന്നായി ഒന്ന് പതഞ്ഞു വന്നതിന് ശേഷം നമുക്കതിലേക്ക് 1 കപ്പ് പഞ്ചസാര പൊടിച്ചെടുത്ത് വെച്ചതാണ് ഇത്. അത് നമുക്ക് കുറച്ചായി ഇട്ട് കൊടുത്ത് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. പഞ്ചസാര നമുക്ക് പൊടിക്കാതെയും ചേർക്കാം, പക്ഷെ ഒരുപാട് ടൈം നമ്മൾ ബീറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് ഞാനിങ്ങനെ പൊടിച്ച് വെച്ചിട്ടാണ് എടുത്തിട്ടുള്ളത്. ഒരു 2-3 തവണ കുറച്ചായി പഞ്ചസാര ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. നന്നായി ബീറ്റ് ചെയ്ത് നല്ല ക്രീം രൂപത്തിലായിട്ടുണ്ട് ഇത്. ഇനി അതേ സെയിം കപ്പളവിൽ തന്നെ നമുക്ക് 1 കപ്പ് മൈദ കൂടി എടുക്കാം. അതും നമുക്ക് ഇതുപോലെ കുറച്ചായി ഇട്ട് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ബീറ്റർ കൊണ്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ജസ്റ്റ് ഒരു വിസ്ക് വെച്ചിട്ട് ജസ്റ്റ് മിക്സ് ചെയ്യുകയാണ്. എടുത്തു വെച്ച 1 കപ്പ് മൈദയും നമ്മൾ ഇതുപോലെ ഒന്ന് പതുക്കെ മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. മുഴുവനായി മൈദയും കൂടി നമ്മൾ ഇതിലേക്ക് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ കൂടി ചേർത്ത് കൊടുക്കാം. ബേക്കിംഗ് സോഡ ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. 1/4 ടീസ്പൂൺ തന്നെ വാനില എസൻസ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ലാസ്റ്റായി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ തന്നെ സോൾട്ട് കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. ഇതും ഒന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഒരു പാത്രം എടുത്ത് അതിലേക്ക് ഇത്തിരി ഗീ ആഡ് ചെയ്ത് കൊടുക്കാം. ഇതൊന്ന് ഗ്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പാത്രത്തിലേക്ക് നന്നായി ഒന്ന് ഗീ ഗ്രീസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി മുട്ടയുടെ ഈ മിക്സ് ഉണ്ടല്ലോ, നമുക്ക് ഈ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ചെറിയ എയർ ബബിൾസ് ഉണ്ട്, ജസ്റ്റ് ഒന്ന് നമുക്ക് ഇതുപോലെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഇനി ഗ്യാസ് സ്റ്റോപ്പിൽ ഒരു ഫ്രൈ പാൻ വെക്കാം. അതിന് മുകളിൽ വെച്ചിട്ടാണ് നമ്മളിത് കുക്ക് ചെയ്തെടുക്കുന്നത്. ലോ ഫ്ലെയിമിൽ ഒരു അരമണിക്കൂർ കുക്ക് ചെയ്യണം. ഇതുപോലെ അടച്ചു വെച്ച് അരമണിക്കൂർ ഒന്ന് നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇതിപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. നല്ല പെർഫെക്റ്റ് ആയിട്ട് കുക്കായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഓൾറെഡി ഇത് വിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. വെയിറ്റ് ചെയ്യൊന്നും വേണ്ട, നമുക്ക് പാത്രത്തിലേക്ക് പെട്ടെന്ന് തന്നെ തട്ടിയെടുക്കാൻ വേണ്ടി പറ്റും. കുക്ക് ചെയ്യുമ്പോൾ എപ്പോൾ ഇതുപോലെ ഒരു ഫ്രൈ പാനൊക്കെ വെച്ച് അതിൻ്റെ മുകളിലായിട്ട് ഇത് വെച്ചിട്ട് വേണം കുക്ക് ചെയ്യാൻ. അതും ലോ ഫ്ലെയിമിൽ വേണം കേട്ടോ. ഒരു അരമണിക്കൂർ കുക്ക് ചെയ്താൽ നല്ല അടിപൊളിയായിട്ട് കിട്ടും. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മുട്ടക്കുംസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സ്പോഞ്ചിയാണേ. ഇതൊന്ന് കട്ട് ചെയ്തുകൂടെ കാണിച്ചു തരാം. നല്ല സോഫ്റ്റാണ്, നല്ല സ്പോഞ്ചി ആയിട്ടുള്ള മുട്ടക്കുംസാണ്. നല്ല അടിപൊളിയായിട്ടാണ് ഇത് എനിക്ക് റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും ഫ്ലോപ്പ് ആവില്ല. ഇനി കുക്കിംഗ് അറിയാത്തവർക്കും ചെയ്ത് നോക്കാം. നല്ല ഈസി റെസിപ്പിയാണ്. ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ലല്ലോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. വെരി സിമ്പിൾ റെസിപ്പിയാണ്. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ. അതുപോലെ എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ട് കൂടി ആവശ്യമാണ്. അതുകൊണ്ട് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.